എത്ര ക്രിസ്പിയെന്നുണ്ടോ. അടിപൊളി. ഇത്തവണ എന്തായാലും കഴിച്ച് കാണിച്ച് കൊതി പിടിപ്പിക്കണമെന്ന് വിചാരിച്ചതാണ്. എന്തായാലും ക്രിസ്പിനെസ് കണ്ടപ്പോൾ ജസ്റ്റ് ഒന്ന് കാണിക്കാതിരിക്കാൻ പറ്റുന്നില്ല കേട്ടോ. കയ്യിൽ നിന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു പോകണം, അത്രയും ക്രിസ്പി കേട്ടോ. കണ്ടോ, റിയലി യമ്മി കേട്ടോ. വെൽക്കം ടു സജീസ് ഇന്നോവേഷൻസ്. ഈ ഡൈനിങ് ടേബിളിൻ്റെ പുറത്തിരുന്ന് കുക്കിംഗ് വീഡിയോ ചെയ്തങ്ങ് സുഖം പിടിച്ചു പോയിട്ടോ. അപ്പോൾ എന്തായാലും ഇൻഡക്ഷൻ കുക്കർ തന്നെയാണ് ഇപ്രാവശ്യം കുക്കിംഗ്. അടുക്കളയിലോട്ട് കയറുന്നില്ല, ഇവിടെ ഇരുന്ന് ചെയ്യാനുള്ളൊരു ഗുണമുണ്ട് കേട്ടോ. അപ്പോൾ ഇന്ന് നിങ്ങൾ ഉണ്ടാക്കി കാണിക്കാൻ പോകുന്ന ഒരു ഈവനിങ് സ്നാക്കാണ്. ഈവനിങ് സ്നാക്ക് എന്ന് പറഞ്ഞാൽ എഗ് പഫ്സ് നമ്മൾ ഉണ്ടാക്കുന്നത്. എഗ് പഫ്സ് നമ്മൾ ഒരുപാട് കടകളിലൊക്കെ പോയി വാങ്ങി കഴിക്കുന്നതാണ്. പക്ഷെ നമുക്ക് വീട്ടിൽ ഒരു എയർ ഫ്രയർ ഉണ്ടെങ്കിൽ വളരെ ഈസി ആയിട്ട് എഗ് പഫ്സ് ഉണ്ടാക്കിയെടുക്കാം. ഞാൻ എയർ ഫ്രയർ കൊണ്ട് കുറേ ഐറ്റംസ് ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. എനിക്ക് നല്ല എക്സെപ്റ്റൻസാണ് കിട്ടിയിരിക്കുന്നത്. അതൊക്കെ ഒന്ന് കണ്ടു നോക്കൂ കേട്ടോ. എന്തായാലും നമുക്ക് ഇന്ന് എങ്ങനെയാണ് എയർ ഫ്രയറിൽ എഗ് പഫ്സ് ഉണ്ടാക്കണമെന്ന് നോക്കാം. അതിനുവേണ്ടി ആദ്യം നമുക്ക് പഫ്സിനൊരു കൂട്ട് ഉണ്ടാക്കിയെടുക്കണം. ആ കൂട്ടാണ് നമ്മൾ ആദ്യം കാണാൻ പോകുന്നത് കേട്ടോ. ഒരു പാൻ ഞാൻ അടുപ്പത്തേക്ക് വെച്ചിട്ടുണ്ട്. ആദ്യം കുറച്ച് വെളിച്ചെണ്ണയിലേക്ക് ഒഴിച്ചു കൊടുക്കുക കേട്ടോ. ഒരു ടേബിൾ സ്പൂൺ ഉണ്ടാവും, അത്രയും ഉണ്ടാവുള്ളൂ കേട്ടോ. ഓൺ ചെയ്യാം. പിന്നെ ആദ്യം ഇടാൻ പോകുന്നേ കുറച്ച് സവാള കേട്ടോ. ഈ 2 ചെറിയ സവാള എടുത്തിരിക്കുന്നത്. നമ്മൾ 5 പഫ്സിന് കണക്കാക്കിയിട്ടാണ് കൂട്ടുണ്ടാക്കുന്നത്. അപ്പോൾ വലിയ സവാള ആണെങ്കിൽ ഓർമ്മ എടുത്താൽ മതി കേട്ടോ. സവാള ഇടുമ്പോൾ എപ്പോഴും ഞാൻ പറഞ്ഞ പോലെ കുറച്ച് ഉപ്പിട്ട് കൊടുത്താൽ സവാള പെട്ടെന്ന് വന്ന് കിട്ടും കേട്ടോ. ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടി ഇപ്പോൾ തന്നെ ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ സവാള ഒന്ന് വാടി വരട്ടെ കേട്ടോ. അപ്പോൾ ഇപ്പോൾ ഈ സവാളയൊന്ന് ചെറുതായിട്ട് വാടി വന്നിട്ടുണ്ട്. ഈ സമയത്ത് 1-2 ഐറ്റംസ് ഇട്ട് കൊടുക്കണം. ഇത് ഒരു വലിയ പച്ചമുളക് ഞാൻ എടുത്തിട്ടുണ്ട്, ഇട്ട് കൊടുക്കുകയാണ്. ഇനി ഒരു 1/2 ടീസ്പൂൺ കണക്കാക്കിയിട്ട് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതും നടന്ന് മൂപ്പിക്കാം. ഇപ്പോൾ സവാളയൊക്കെ നടന്ന് മൂത്ത് വന്നിട്ടുണ്ട്. ഈ സമയത്ത് 1-2 പൊടികൾ നമ്മൾ ആഡ് ചെയ്യും. ഞാൻ ആദ്യം ഇടാൻ പോകുന്നത് ഒരു 1/4 ടീസ്പൂൺ കണക്കാക്കിയിട്ട് മുളക് പൊടി കേട്ടോ. മുളക് പൊടി എരിവിനനുസരിച്ച് കൊടുത്താൽ മതി, കാരണം നമ്മൾ പച്ചമുളക് ഓൾറെഡി ഇട്ടിട്ടുണ്ട്. ഇത് ഒരു 1/2 ടീസ്പൂൺ കുരുമുളകും ചേർക്കുന്നുണ്ട്, പൊടിച്ച കുരുമുളക്. ഇനി ഒരു 1/4 ടീസ്പൂൺ ഗരം മസാല ആഡ് ചെയ്യുന്നുണ്ട്. ഒരു 1/4 ടീസ്പൂൺ തന്നെ മഞ്ഞൾപ്പൊടി ആഡ് ചെയ്യുന്നുണ്ട്. കുറേശ്ശെ മതി കേട്ടോ മസാലകളൊക്കെ. ഒന്ന് ഇളക്കി എടുക്കാം. അപ്പോൾ മസാലയൊന്നും മൂത്ത് വന്നിട്ടുണ്ട്. ഞാൻ ചെയ്യാൻ പോകുന്നത് വളരെ കുറച്ച് വെള്ളം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. ഇനി ഇതൊന്ന് അടച്ച് വെച്ചിട്ട് വെള്ളം ഒന്ന് വറ്റി വരുന്നതുവരെ വേവിട്ടോണം കേട്ടോ. അപ്പോൾ ഇത് നമ്മുടെ മസാല റെഡിയാട്ടോ. ചെറിയൊരു നനവ് നിൽക്കുന്നത് നല്ലതാട്ടോ, ഒത്തിരി കൊണ്ട് ഡ്രൈ ആവണ്ട. അപ്പോൾ ഞാനിത് ഓഫ് ചെയ്ത് വെക്കുകയാണ്. അപ്പോൾ നമുക്കിനി അടുത്ത പരിപാടിയിലേക്ക് കിടക്കാം കേട്ടോ. അപ്പോൾ ഇത് നമ്മുടെ പഫ്സിനുള്ള ഫൈനൽ ഐറ്റംസൊക്കെ സെറ്റാണ്. ഞാൻ മേടിച്ചിരിക്കുന്നത് ഇത് ഇങ്ങനെ പഫ് പേസ്ട്രി ഷീറ്റ്സ് ആട്ടോ. ഇത് വളരെ ഈസി ആയിട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. മിക്കവാറും എല്ലാ സൂപ്പർ മാർക്കറ്റ്സിലും ഇത് അവൈലബിൾ ആണ്. പല ബ്രാൻഡ്സും അവൈലബിൾ ആണ്. അതല്ലെങ്കിൽ മൈദാമാവ് നമ്മൾ ഉണ്ടാക്കിയെടുക്കുമ്പോൾ കുറേ സമയം എടുക്കും കേട്ടോ. ഇത് വളരെ ഈസിയാണ്. ഒരു പാക്കറ്റിൽ 5 എണ്ണം ഉള്ള കേട്ടോ. ബാക്കി ഇത് ഞാൻ മുട്ട കൊണ്ട് വെച്ചിട്ടുണ്ട്. മസാല നമ്മളുണ്ടാക്കി കൂട്ടുപിടിപ്പുണ്ട്. എല്ലാം സെറ്റാണ്. യെസ്, ഓരോന്നിട്ട് സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ. യെസ്, നമ്മൾ ആദ്യം ഇതിലേക്ക് നമ്മളുടെ കൂട്ട് കുറച്ച് വെച്ചാൽ മതി കേട്ടോ. ഒത്തിരി വെച്ചാലൊരു വല്ലാത്ത ടേസ്റ്റ് ആയിരിക്കും, നിറഞ്ഞു പോകില്ല കൂടെ. ഇത്രയും മതി. ഇനി ഒരു മുട്ടയെടുത്ത് ഇങ്ങനെ വെച്ച് കൊടുക്കാൻ അപ്പുറത്തേക്ക്. ഇനി കോർണേഴ്സ് പിടിച്ചിങ്ങനെ മടക്കി കൊടുക്കുക കേട്ടോ. യെസ്, അപ്പോൾ ഒരെണ്ണം ഓക്കെയാണ്, അവിടെ ഇരിക്കട്ടെ. അടുത്തൊരെണ്ണം ചെയ്ത് നോക്കാം നമുക്ക്. പിന്നെ പുറത്തൊരു പേപ്പർ ഉണ്ടാവും, മാറ്റി കളയണേ. വെച്ച് കൊടുക്കാം.
അടുത്തതും ഓക്കെയാണ്. അതുപോലെ നിങ്ങൾ ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. അപ്പോൾ ഇത് നമ്മുടെ 5 പപ്സും സെറ്റാണ്, കണ്ടല്ലോ. അപ്പോൾ എന്തായാലും നമുക്ക് ഇതുമായിട്ട് കിച്ചണിലേക്ക് നമ്മുടെ എയർ ഫ്രയറിൻ്റെ അടുത്തേക്ക് പോയിട്ട് എങ്ങനെ ഉണ്ടാക്കണം നോക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ കിച്ചണിലേക്ക് എത്തിയിട്ടുണ്ട് നമ്മുടെ പപ്സുമായിട്ട്. നമ്മുടെ എയർ ഫ്രയറിനെ അതേ സമയത്ത് ഒരു 180 ഡിഗ്രി സെൽഷ്യസിൽ ഒരു 5 മിനിറ്റ് പ്രീ ഹീറ്റ് ചെയ്തിട്ടുണ്ട്. ഞങ്ങളെപ്പോഴും പ്രീ ഹീറ്റ് ചെയ്തിട്ട് ചെയ്യാം കേട്ടോ. ഇതിൻ്റെ വർക്കിംഗ് ഒക്കെ ഡീറ്റെയിൽഡ് വീഡിയോ ഞാൻ നേരത്തെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, അങ്ങോട്ട് കണ്ടു നോക്കാം കേട്ടോ. നമ്മൾ ചെയ്യാൻ പോകുന്നത് ഇതിൻ്റെ ട്രേ പുറത്തേക്ക് എടുത്തിട്ട് ഇതിൽ 5 ഇതിലേക്ക് കൊള്ളുമെന്ന് എനിക്കറിയില്ല, നോക്കാം നമുക്ക്. പറ്റും തോന്നും. ശരിക്കും 4 അതിൽ കറക്റ്റ് കിട്ടോ. നമ്മൾ 5 വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ചെയ്യേണ്ടത് ഒരു മുട്ട കണ്ടോ, ഒരു മുട്ട ഞാൻ ബീറ്റ് ചെയ്ത് കൊണ്ട് വെച്ചിട്ടുണ്ട്. ആ മുട്ടയൊന്ന് എടുത്തിട്ട് ഇതിൻ്റെ പുറത്തൊക്കെ നന്നായിട്ടൊന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കും കേട്ടോ. അടിവശത്ത് വേണ്ട, പുറത്ത് മാത്രം മതിയേ. ഒരു ഗ്ലേസിങ്ങും നല്ലൊരു ലുക്ക് കിട്ടും അതുകൊണ്ട്. അപ്പോൾ നമ്മൾ ഈ ട്രേ തിരിച്ച് വെച്ച് കൊടുക്കണം എയർ ഫ്രയറിലേക്ക്. പിന്നെ നമുക്ക് ഇതിൻ്റെ ടെമ്പറേച്ചറും സെറ്റ് ചെയ്ത് കൊടുക്കണം. യെസ്, ടെമ്പറേച്ചർ 180 കിടക്കുന്നത്. ഇനി ടൈം കൂടെ വെച്ച് കൊടുക്കണം കേട്ടോ. ടൈം നമുക്കൊരു 15 മിനിറ്റ് ആക്കി കൊടുക്കാം. യെസ്, അകത്ത് ലൈറ്റൊക്കെ വന്നിട്ടുണ്ട്. നമ്മുടെ പഫ്സൊക്കെ അടിപൊളിയായിട്ടിരിക്കുന്നുണ്ട്. നമുക്ക് വീണ്ടും കാണാം കേട്ടോ. അപ്പോൾ അതൊരു 15 മിനിറ്റ് ആയിട്ടുണ്ടേ. ഞാൻ സ്വിച്ച് ഒന്ന് ഓഫ് ചെയ്ത് വെക്കുകയാണ്. എന്താ അവസ്ഥയെന്ന് നോക്കാം കേട്ടോ. ഇടയ്ക്ക് ഞാൻ എടുത്ത് നോക്കി, കുഴപ്പമൊന്നും ഉണ്ടായില്ല. വാവ്, എന്താ ലുക്ക് നോക്കിക്കേ, എത്ര ക്രിസ്പിയെന്ന് കണ്ടോ. അടിപൊളി. മാറ്റട്ടെ. യെസ്, ഇതിൽ 4 കൊള്ളുള്ളൂ കേട്ടോ. അപ്പോൾ നമ്മുടെ പഫ്സ് ഇത് കിടിലനായിട്ട് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എന്തായാലും വളരെ സിമ്പിളായിട്ട് തന്നെ വീട്ടിലുണ്ടാക്കിയിട്ട് നമുക്ക് മക്കളെയും വിരുന്നുകാരെയൊക്കെ ഞെട്ടിക്കാൻ പറ്റിയൊരു സാധനമാണ്. ഒരു പ്രാവശ്യം ഉറപ്പായിട്ടും ട്രൈ ചെയ്തു കേട്ടോ.